ഐസോമെറിസം എന്തെന്ന് മനസ്സിലാക്കി. ഐസോമെറിസം ബേസ് നമ്മൾ എങ്ങനെയാണ് ഒരു കോമ്പൗണ്ടിൻ്റെ മോളിക്കുലർ ഫോർമുല കാണുന്നത് നമ്മൾ കണ്ടെത്തി. ഈ ഐസോമെറിസം എന്ന് പറയുന്നത് 3 ടൈപ്പാണുള്ളത്. സ്ട്രക്ചറൽ ഐസോമെറിസം 3 ടൈപ്പാണ് വരുന്നത്. 1 സ്ട്രക്ചറൽ ഐസോമെറിസം, 2 ഫങ്ഷണൽ ഐസോമെറിസം, 3 പൊസിഷൻ ഐസോമെറിസം. മെയിൻലി ഐസോമെറിസത്തിൻ്റെ 3 കാറ്റഗറിയാണുള്ളത്. സ്ട്രക്ചറൽ ഐസോമെറിസം, ഫങ്ഷണൽ ഐസോമെറിസം, പൊസിഷൻ ഐസോമെറിസം. പിന്നെ ഇതിനെ കണ്ടിന്യൂറ്റി ആയിട്ട് വേറെ മെറ്റാമറിസം എന്ന് പറഞ്ഞ ടോപ്പിക് കൂടി പഠിക്കാനുണ്ട്. മെയിൻലി നമുക്ക് ഈ ഒരു 3 പേരാണ് ഐസോമെറിസത്തിൻ്റെ ഭാഗമായിട്ട് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് ചെയ്യാണ്, ഫസ്റ്റ് കാറ്റഗറി ആയിട്ടുള്ള സ്ട്രക്ചറൽ ഐസോമെറിസം അല്ലെങ്കിൽ സ്ട്രക്ചറൽ ഐസോമെറിസമാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വന്നത്. സ്ട്രക്ചറൽ ഐസോമെറിസം എന്ന് പറഞ്ഞാൽ ഈ ഒരു കോമ്പൗണ്ട്, 2 കോമ്പൗണ്ട് നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. മെത്ത്, എത്ത്, പ്രപ്പ്, ബ്യൂട്ട്. ഈ കോമ്പൗണ്ട് ബ്യൂട്ടേൻ കോമ്പൗണ്ടാണ്. ഈ കോമ്പൗണ്ട് ആണെങ്കിലോ മെത്ത്, എത്ത്, പ്രപ്പ്. അതിൽ തന്നെ രണ്ടാമത്തെ പൊസിഷൻ്റെ മുകളിൽ ഒരു ബ്രാഞ്ച് വന്നു. അപ്പോൾ അതിൻ്റെ പേര് കിട്ടുക 2-മീഥൈൽ പ്രൊപ്പൈൻ എന്നാണ്. ഈ ഒരു കോമ്പൗണ്ടിൻ്റെ പേര് ബ്യൂട്ടൈൻ എന്നും. ഈ ഒരു കോമ്പൗണ്ടിൻ്റെ പേര് ബ്യൂട്ടൈൻ. മെത്ത്, എത്ത്, പ്രപ്പ്, ബ്യൂട്ട് ഒക്കെ സിംഗിൾ ബോണ്ടാണ് ബ്യൂട്ടൈൻ. ഈ ഒരു കോമ്പൗണ്ടിൻ്റെ പേര് 2-മീഥൈൽ മെത്ത്, എത്ത്, പ്രൊപ്പൈൻ. 2-മീഥൈൽ പ്രൊപ്പൈൻ എന്നുമാണ് ഈ ഒരു കോമ്പൗണ്ടിൻ്റെ പേര് വരിക. അപ്പോൾ നമുക്കറിയാം തന്നെ ഈ 2 കോമ്പൗണ്ടിൻ്റെയും കാണാനുള്ള സ്ട്രക്ചറും ഒരുപോലെയല്ല, ഇതിൻ്റെ IUPAC നെയിമും സെയിം അല്ല. അപ്പോൾ ഈ ഒരു കോമ്പൗണ്ടിൻ്റെ ഫിസിക്കലും കെമിക്കലും ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ തന്നെ ഡിഫറൻ്റ് ആണ്. പക്ഷേ നമുക്ക് ഇതിൻ്റെ മോളിക്കുലർ ഫോർമുല ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. ഈ ഒരു കോമ്പൗണ്ടിൻ്റെ മോളിക്കുലർ ഫോർമുല കിട്ടുന്നത് 1 കാർബൺ, 2 കാർബൺ, 3 കാർബൺ, 4 കാർബൺ. അപ്പോൾ എന്ത് ചെയ്താൽ നമുക്കതിനെ C4 എന്ന് എഴുതാം. ഇനി ഹൈഡ്രജൻ എണ്ണം 3 + 2 5 ആണ്, 5 + 2 7 ആണ്, 7 + 3 10 ആണ്. C4H10 എന്ന് കിട്ടി ഈ ഒരു കോമ്പൗണ്ടിൻ്റെ. ഇനി ഈ ഒരു കോമ്പൗണ്ടിൻ്റെ ആണെങ്കിലോ 1 2 3 4, അതായത് 4 കാർബൺ, 1 2 3 4 കാർബൺ. ഹൈഡ്രജൻ എണ്ണം 3 1 3 3 4 4 3 7 7 3 10. C4H10. ഈ 2 കോമ്പൗണ്ടിനും കിട്ടിയ മോളിക്കുലർ ഫോർമുല സെയിം അല്ലേ? സെയിം മോളിക്കുലർ ഫോർമുലയാണ് വന്നത്. പക്ഷേ ഇവരെ IUPAC നെയിമും സ്ട്രക്ചറും ഒക്കെ തന്നെ ഡിഫറൻ്റ് ആണ്. അപ്പോൾ ഇതെന്താണ്, എന്തിന് എക്സാമ്പിൾ ആയിരിക്കും? ഇതൊരു ഐസോമറാണ്. ഇവർ രണ്ടുപേരും ഐസോമറാണ്. അപ്പോൾ ഈ ഒരു ഫിനോമിനോട് പറയുന്ന പേരാണ് ഐസോമെറിസം. അപ്പോൾ ഇതെന്താണ്, ഐസോമെറിസം കാണിക്കുന്ന 2 കോമ്പൗണ്ടുകളാണ്. കാരണം 2 കോമ്പൗണ്ടിൻ്റെ മോളിക്കുലർ ഫോർമുല സെയിം ആണ്, പക്ഷേ ഇവരെ കാണാനുള്ള രൂപം ഒരുപോലെയല്ല, ഇതിൻ്റെ സ്ട്രക്ചർ സെയിം അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, സ്ട്രക്ചറൽ ഐസോമെറിസം എന്ന് പറയാം. കാരണം ഈ ഒരു കോമ്പൗണ്ട് ഒരു സ്ട്രെയിറ്റ് ചെയിൻ ആയിട്ട് പോകുന്നത്. ഈ ഒരു കോമ്പൗണ്ട് സ്ട്രെയിറ്റ് ചെയിൻ്റെ മുകളിൽ ഒരു ബ്രാഞ്ച് വന്നിട്ടുണ്ട്. രണ്ടിൻ്റെയും രൂപം ഒരുപോലെയല്ല. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിളാണ് സ്ട്രക്ചറൽ ഐസോമെറിസം ആണ്. മറ്റൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഇതാണ് അടുത്തൊരു എക്സാമ്പിൾ. മെത്ത്, എത്ത്, പ്രപ്പ്, ബ്യൂട്ട്, പെൻറ്റ്. ഇതൊരു കോമ്പൗണ്ടാണ് പെൻറ്റെയിൻ. ഈ ഒരു കോമ്പൗണ്ട് പെൻറ്റെയിൻ കോമ്പൗണ്ടാണ്. IUPAC പെൻറ്റെയിൻ ആണ്. ഇത് മെത്ത്, എത്ത്, പ്രപ്പ്, ബ്യൂട്ട്, പെൻറ്റ്. അതായത് മെത്ത്, എത്ത്, പ്രപ്പ്, ബ്യൂട്ട്. ഇത് ബ്യൂട്ടാണ്. അതിൻ്റെ മുകളിൽ സെക്കൻഡ് പൊസിഷൻ്റെ മുകളിൽ ഒരു മീഥൈൽ വന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം, 2-മീഥൈൽ മെത്ത്, എത്ത്, പ്രപ്പ്, ബ്യൂട്ടൈൻ എന്ന് കിട്ടും. 2-മീഥൈൽ ബ്യൂട്ടൈൻ. അതായത് ഈ കോമ്പൗണ്ട് പെൻറ്റെയിനാണ്, ഈ കോമ്പൗണ്ട് 2-മീഥൈൽ ബ്യൂട്ടൈനുമാണ്. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുക, ഇതിൻ്റെ മോളിക്കുലർ ഫോർമുല ക്രോസ് ചെക്ക് ചെയ്യാം. ഈ ഒരു കാർബണിൻ്റെ കേസിൽ 1 2 3 4 5, അതായത് C5 എന്ന് കിട്ടി. ഹൈഡ്രജൻ എണ്ണം 3 2 5, 5 2 7, 7 2 9, 9 3 12. അപ്പോൾ C5H12 എന്ന് കിട്ടി ഈ ഒരു കോമ്പൗണ്ടിൻ്റെ. ഇനി ഈ ഒരു കോമ്പൗണ്ടിൻ്റെയാണ് വരുന്നതെങ്കിലോ 1 2 3 4 5. ഇവിടെയും കോമ്പൗണ്ടിന് C5 വന്നു. ഹൈഡ്രജൻ്റെ എണ്ണം 3 2 5, 5 3 6, 6 3 3 6 ആണ് അല്ലേ? 6 6 12 ആണ്. നമുക്ക് കിട്ടുന്ന വാല്യൂ C5H12 തന്നെ. അതായത് സെയിം മോളിക്കുലർ ഫോർമുലയിലെ കിട്ടുന്നത്. 2 എക്സാമ്പിളിലെ മോളിക്കുലർ ഫോർമുല ഇവിടെ സെയിം ആണ്. അപ്പോൾ ഈ 2 പേരും ഐസോമേഴ്സാണ്. 2 പേരും ഐസോമേഴ്സാണ്. അപ്പോൾ ഈ കാണിക്കുന്ന ഫിനോമിനോട് പറയുന്ന പേരാണ് ഐസോമെറിസം. അപ്പോൾ ഈ ഒരു കാറ്റഗറി വരുന്നതാണ് സ്ട്രക്ചറൽ ഐസോമെറിസം.